നമസ്കാരം. മഹാശിവരാത്രിയോടനുബന്ധിച്ച് തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും, അതായത് പഴയ തിരുവിതാംകൂർ ഭാഗങ്ങളിലും നടക്കുന്ന വളരെ സവിശേഷമായതും വേറിട്ടതുമായ ഒരു അനുഷ്ഠാനമുണ്ട്, ശിവാലയ ഓട്ടം. 110 കിലോമീറ്റർ ദൂരമുള്ള 12 ശിവക്ഷേത്രങ്ങളിലേക്ക് ഗോവിന്ദനാമം ജപിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടം. എന്താണ് ഈ ചടങ്ങിന് പിന്നിലെ രഹസ്യം? എന്താണ് ഇതിന്റെ ഐതിഹ്യം? നമുക്ക് നോക്കാം. ശിവാലയ ഓട്ടത്തിന്റെ പിന്നിൽ മഹാഭാരതത്തിലെ രസകരമായ ഒരു കഥയുണ്ട്. പാണ്ഡവരുടെ രാജസൂയ യാഗത്തിന് പാൽ ശേഖരിക്കാൻ ഭീമൻ കാട്ടിലെത്തുന്നു. അവിടെ കടുത്ത ശിവഭക്തനായ വ്യാഘ്രപാതൻ അഥവാ പുരുഷമൃഗത്തെ ഭീമൻ കാണാനിടയായി. ശിവപൂജ മുടക്കിയാൽ വ്യാഘ്രപാതൻ ആക്രമിക്കുമെന്ന് കൃഷ്ണൻ ഭീമന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒപ്പം രക്ഷപ്പെടാനായി ശ്രീകൃഷ്ണൻ ഭീമന് 12 രുദ്രാക്ഷങ്ങളും നൽകി. വ്യാഘ്രപാതൻ പിന്നാലെ വരുമ്പോൾ ഭീമൻ ഓരോ രുദ്രാക്ഷവും താഴെയിട്ടു. അത് വീഴുന്നിടത്തെല്ലാം ശിവലിംഗങ്ങൾ ഉയർന്നു വന്നു. ശിവഭക്തനായ വ്യാഘ്രപാതൻ അവിടെ പൂജ ചെയ്യാൻ നിൽക്കും. ആ സമയം കൊണ്ട് ഭീമൻ അടുത്ത സ്ഥലത്തേക്ക് ഓടും. ഒടുവിൽ 12ാമത്തെ രുദ്രാക്ഷമിട്ട സ്ഥലത്ത് വെച്ച് ഭീമനെ പിടികൂടുന്നു. അവിടെ വെച്ച് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് അവർക്കിടയിലെ തർക്കം പരിഹരിച്ചു എന്നാണ് ഐതിഹ്യം. ഭീമൻ ഓടിയ ആ വഴികളിലൂടെ ഭക്തർ ഇന്നും ഓടുന്നു. തിരുമലയിൽ നിന്ന് തുടങ്ങി തിരുനട്ടാലത്ത് അവസാനിക്കുന്ന ഈ ഓട്ടം കാവിമുണ്ടും തോളിൽ ഒരു സഞ്ചിയിലായി വിശറിയും കയ്യിലൊരു തോർത്തുമാണ് വേഷം. കരിക്കിൻ വെള്ളം, നന്നാറ് സർബത്ത്, പഴങ്ങൾ എന്നിവയാണ് പ്രധാന ആഹാരം. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്നാൽ, ശിവക്ഷേത്രങ്ങളിലേക്കാണ് ഓടുന്നെങ്കിലും ഭക്തർ ജപിക്കുന്നത് ഗോവിന്ദ ഗോപാല എന്ന വിഷ്ണുനാമമാണ്. ഹരിയും ഹരനും ഒന്നാണെന്ന വലിയ സന്ദേശമാണ് ഈ ആചാരം നൽകുന്നത്. അവസാന ക്ഷേത്രമായ തിരുനട്ടാലത്ത് ശങ്കരനാരായണ പ്രതിഷ്ഠയാണ് ഉള്ളത് എന്നതും ഒരു പ്രത്യേകതയാണ്. ഇനി ആ 12 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. തിരുമല, ഇവിടെ നിന്നാണ് തുടക്കം. തിക്കുറിച്ചി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടാങ്കോട്, തിരുവിതാംകൂട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം ശങ്കരനാരായണ ക്ഷേത്രത്തിലാണ് ഈ ഓട്ടം അവസാനിക്കുന്നത്. പണ്ട് ഓടിയായിരുന്നു ഭക്തർ പോയിരുന്നതെങ്കിൽ ഇന്ന് പലരും വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എങ്കിലും ഇപ്പോഴും മൃതശുദ്ധിയോടെ കാൽനടയെ ഓടുന്ന ധാരാളം പേരുണ്ട്. ശാരീരികമായ ആരോഗ്യവും മാനസികമായ ഭക്തിയും ഒത്തുചേരുന്ന അപൂർവം ആചാരങ്ങളിൽ ഒന്നാണ് ശിവാലയ ഓട്ടം. വരാനിരിക്കുന്ന ശിവരാത്രി നാളിൽ ഈ പുണ്യയാത്രയിൽ പങ്കുചേരാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്.